ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ്. നമുക്ക് ബീഫ് റോസ്റ്റിൻ്റെ ടേസ്റ്റിൽ നല്ല അടിപൊളി സോയ ചങ്ക്സ് റോസ്റ്റ് ഉണ്ടാക്കാം. നമുക്ക് സോയ ചങ്ക്സ് ഞാനിവിടെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ വലിപ്പമുള്ള സോയയായിരുന്നു. ഇനി അതിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ആ ചൂടുവെള്ളത്തിൽ കിടന്ന് ഒന്ന് സോക്കായി വരട്ടെ. ചൂടുവെള്ളത്തിൽ മുങ്ങിക്കിടക്കട്ടെ. അപ്പോൾ സോയ ചങ്ക്സ് എല്ലാം കൂടെ ഞാനിവിടെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വെള്ളത്തിൽ നിന്ന് എടുത്തതെല്ലാം ഞെക്കിപ്പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടേ. നമുക്കിതൊന്ന് വലിയതായതുകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. വെള്ളത്തിൽ കിടന്ന് കുതിർന്നപ്പോൾ ഒന്നുകൂടെ വലുതായി. ഞാനിതിവിടെ എല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുള്ള മസാല എല്ലാം ഇട്ട് കൊടുക്കാവേ. ആവശ്യത്തിനുള്ള ഉപ്പ്, കാശ്മീരി മുളക് പൊടി, മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, നമ്മുടെ സാദാ മുളക് പൊടിയാണ്. ശകലം ചതച്ച മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് കായപ്പൊടി, കുരുമുളക് പൊടി, അല്പം കുരുമുളക് പൊടി, പിന്നെ ഒരു നുള്ള് ഗരം മസാല, കോൺഫ്ലോറാണ്. ഇതെല്ലാം മസാല എല്ലാം കൂടെ അതിൽ പിടിക്കാൻ. പിന്നെ ഒരു സ്പൂൺ വിനാഗിരി. ഇതെല്ലാം കൂടി നല്ലോണം കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ഒന്ന് മസാല എല്ലാം ഇതിലേക്ക് പിടിക്കാൻ രീതിയിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മസാല എല്ലാം നല്ല തിരുമ്മി പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റ് ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാം. 10 മിനിറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫുള്ള് ഫ്രൈ ആയി വരണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി. ഞാനിത് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, എല്ലായിടവും ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെതാ ഇവിടെ ഒരു ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഏകദേശം ഇത്രയും മതിയാവും, ഫുള്ള് ഫ്രൈ ചെയ്യണ്ട. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് കറി ഉണ്ടാക്കിയപ്പോൾ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട്. പൊടികളൊക്കെ എല്ലാം ഞാനിവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മീറ്റ് മസാല, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, സാദാ മുളക് പൊടി, ഇത്ര സാധനം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സവോള, 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഫ്രൈ ചെയ്ത ചട്ടിയിലോട്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നപ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി
വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാവേ. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റാവേ. എല്ലാം ഇവിടെ നല്ല ബ്രൗൺ നിറത്തിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച പൊടികളെല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ആ പൊടികളുടെ എല്ലാം പച്ചമണം വരുന്ന വഴറ്റി കൊടുക്കാം. പൊടികളൊക്കെ വഴന്ന് വന്നപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഗ്രേവി പരുവത്തിലെടുക്കണം. നമുക്ക് ഗ്രേവി ഒന്ന് തിളച്ച് വന്നപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സോയ ചങ്ക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ വെള്ളം എല്ലാം ഒന്ന് വറ്റി റോസ്റ്റ് പരുവത്തിലായി വരണം. നമുക്ക് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കഴിക്കാം. നല്ല ബീഫിൻ്റെ ടേസ്റ്റാണ്. നമുക്ക് നല്ല വെള്ളമൊക്കെ വറ്റിയുടെ കിട്ടിയിട്ടുണ്ട്. അല്പം കറിവേപ്പിലയും കൂടെ അതിൻ്റെ മേലെ തൂവി. അപ്പം നമ്മുടെ സോയ ചങ്ക്സ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ബീഫ് റോസ്റ്റിൻ്റെ അതേ ടേസ്റ്റിലാണ്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.